ഹായ്, ടാങ്ക് ക്ലീൻ ആക്കുന്നുണ്ട്. വാട്ടർ ടാങ്ക് ക്ലീനിങ് സർവീസ്. നമ്മളെ ഈ ടാങ്ക് ഇത് ഇപ്പോൾ ഞങ്ങൾ ക്ലീൻ ആക്കുന്നുണ്ട്. ഈ ടാങ്കിൽ നിന്ന് പോയ ചെളിയെല്ലാം കാണിക്കുന്നതാ. ഇത് ഈ ടാങ്കിൽ നിന്ന് എടുത്ത ചെളിയല്ലതാ. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ഒഴിച്ച് പോയ നേരത്തെ അത് ഞാൻ കാണിക്കാം. അതിൻ്റെ വീഡിയോ എടുത്തിന് ആ ബോളിലും പോയതെല്ലാം കാണിച്ചു തരാം. ടാങ്കിൻ്റെ ഉള്ളിൽ നോക്കിയാൽ എങ്ങനെയുണ്ട് റൂമിൽ? ടാങ്കിൻ്റെ ഉള്ളിൽ ചളി ഫുള്ള് ചളിയല്ലേ? ഒരു കിണർ ക്ലീൻ ആക്കിയാലേ അല്ലേ? ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ഓരോ ടാങ്ക് ഓരോ ടൈപ്പ് ഉണ്ട്. കഴിഞ്ഞ എത്ര ആൾക്കാർ ഇതേ വെള്ളം കുടിക്കും. ലാസ്റ്റ് കുടിക്കാൻ കഴിയാതിരിക്കും ഞങ്ങളെ പിടിക്കും. നമ്മളെ കൊല്ലാത്ത കൊല്ലും. സാരമില്ല, നിങ്ങൾക്ക് പൈസ വരുന്നത് വെറുതെ അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഞങ്ങളെ പണിക്ക് മാക്സിമം സപ്പോർട്ടാക്കണം, എല്ലായിടത്തും എത്തിക്കണം. കുറേ ട്രൈ ആക്കുന്നുണ്ട്. നിങ്ങൾ പബ്ലിസിറ്റി ആക്കാണ്ട് കുറേ ട്രൈ ആക്കണം. പബ്ലിസിറ്റി ആകുന്നേയില്ല. 4 കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ പബ്ലിസിറ്റി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം നിങ്ങൾ വെറുതെ ഷെയർ ആക്കുന്നില്ലേ, ഞാനും ആക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരം, ജീവിക്കാനല്ലേ. നമുക്ക് മൊത്തം ആൾ കുറേ 10-12 ആളുണ്ട് നിങ്ങൾ പണിക്ക് ടോട്ടൽ. വാട്ടർ ടാങ്ക് ക്ലീനിങ് മാത്രമല്ല, സോഫ ക്ലീനിങ് ഉണ്ട്, കാർപ്പറ്റ് ക്ലീനിങ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ സർവീസും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. കുറേ വീഡിയോസെല്ലാം ഞാൻ യൂട്യൂബിൽ ഇട്ടിരി. അല്ലെങ്കിൽ നമ്മൾ അത് വീഡിയോസ് ഒന്നും അത്ര പാങ്ങായിട്ടില്ല. നമുക്ക് ഇതൊന്നും അറിയാലോ, ഈ ക്യാമറ നോക്കി സംസാരിക്കാൻ നമുക്കറിയാലോ. അതുകൊണ്ട് എങ്ങനെയെല്ലാം എന്താക്കിയിട്ട് ഇടുന്നേ പബ്ലിസിറ്റി ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആരും നോക്കുന്നില്ല, നോക്കാത്ത കൊണ്ട് ആർക്കും എത്തുന്നില്ല. ഞങ്ങളെ വീഡിയോ പാങ്ങാത്തതുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ പ്രേതമുണ്ടോ? അനങ്ങുന്നുണ്ട്. ടാങ്കിനുള്ള എന്തോ കൂടിയിട്ടുണ്ട്, അനങ്ങുന്നുണ്ട്. കണ്ട കരിയെല്ലാം കണ്ടതാ. ടാങ്കിൻ്റെ അല്ലേ, ടാങ്കിൻ്റെ കഥ പറഞ്ഞതിൻ്റെ ടോപ്പിലൊരു കളറ്, മിഡിലൊക്കത്ത് വേറൊരു കളറ്, താഴേക്കത്ത് വേറൊരു കളർ. അല്ല, 3 ടൈപ്പ് കളർ ഉണ്ടാകും. അതായത് അടിയിലത്തെ വെള്ളം അനങ്ങുന്നേ ഇല്ല, അതിൻ്റെ മിഡിലത്തെ വെള്ളം കുറച്ച് അനക്കം ഉണ്ടാകും, മുകളിലത്തെ വെള്ളം നല്ല അനങ്ങുന്നത്. അപ്പോൾ കിണർ പോലെ വാട്ടർ ടാങ്ക് പറഞ്ഞത്. അടിയിൽ കഴുകാൻ പോകുന്നില്ല ഉണ്ണിയ. പിന്നെ ഇതുപോലത്തെ കാര്യം പിന്നെയും പോകുന്നു. ചിലതെല്ലാം ചോപ്പ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ബോറിൻ്റെ കാറെല്ലാം പോകുന്നേ ഇല്ല. ഇതിൽ നമുക്ക് അത്ര പണിയാവുന്നില്ല. നമുക്കിന് ഹാബിറ്റായി. ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് എത്രയും അറിയോ? ഉച്ച മുക്കാലായിന്. കണ്ട ഉച്ച മുക്കാലായിന്. 1:30 മണി. പൊരിന്ന വെയിൽ കണ്ട. എൻ്റെ മുടിയെല്ലാം കണ്ട പൊരിഞ്ഞിട്ടാ. പൊരിഞ്ഞിട്ട് എങ്ങനായി നോക്ക്. പൊരിഞ്ഞിട്ട് പറഞ്ഞിട്ട് വരാനായി. ഇതെല്ലാം പറഞ്ഞിട്ട് പോയിതാ കണ്ട. ഇതാകത്തെല്ലാം മുടി പറഞ്ഞിട്ട് പോയി. ഷൂട്ടിന് ഉണങ്ങിയിട്ട് കട്ടായി. ഇങ്ങനെ മുടി ഇങ്ങനെ കട്ടാണ് കുറയാമോ. ഇടലാണ്ട മുടിൻ്റെ കളറിലാണ് കണ്ടതാ, എല്ലാം പോയി. ഇത് ഡൈ അടിച്ചതെന്നല്ല, ഇത് വെയിൽ കൊണ്ടിട്ട് കറുത്തത് അല്ല, ചുവപ്പായത്. ഉണ്ണേട്ടൻ്റെ മുടി ഇങ്ങനെ ഇപ്പോൾ കറുത്തോണ്ട് പോകുന്നുണ്ട്, അല്ല വെളുത്തോണ്ട് പോകുന്നുണ്ട്. ഉണ്ണേട്ടനെ കുറിച്ച് ജാസ്തി പറയണം വേണ്ടല്ലോ ഉണ്ണേട്ടാ? വേണ്ട. സർവീസ്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയാം, എനിക്ക് പനി വരുന്നു. എനിക്കിന്ന് പണിയെടുക്കാനൊരു മൂടില്ല. മരുന്ന് കുടിച്ചിട്ട് എടുക്കുന്ന പണി. കണ്ണെല്ലാം കണ്ടതാ, കഴിഞ്ഞില്ല. ഇന്നൊരു ടാങ്കും കൂടെ ഉണ്ട്, കഴിഞ്ഞിട്ട് പോവാ മതി. ഇന്നലെ കുറേ എടുത്തിന് പണി. നമ്മൾ ഇന്നലെ എത്ര 7 ടാങ്കെല്ലാം ഉണ്ട് ഇന്നലെ കഴിയാൻ. ഇന്നലെ 7 ടാങ്ക് കഴിഞ്ഞു. ഇന്നലെ മോശമല്ല. ഇന്നലെ നമുക്ക് ചാകര ഉണ്ട്. ഇന്നലത്തെ ചാകരൻ്റെ പൈസ ഡോക്ടർക്ക് കൊടുത്തു. ഗായ്സ് കൊടുത്തു. ഒരു ഡോക്ടർ പറയാൻ തരുമോ? മരുന്ന് കൊടുത്തിട്ടാണ് ഡോക്ടർ കുടിക്കണ്ട. പനീൻ്റെ മാത്രം പാരസെറ്റമോൾ കൊടുത്തില്ല, കുറച്ച് പവർ കൂടിയെന്ന് തോന്നുന്നു. പനീൻ്റെ മാത്രം കുടിച്ചാൽ മതി പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മാത്രം കുടിച്ചത്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി കുടിച്ചില്ല. കഴിഞ്ഞിടല്ലേ രാത്രി, രാവിലെ കുടിച്ചില്ല. പിന്നെ കഫത്തിന് ഒരു മാത്രം ഉണ്ട്, അത് പിന്നെ 3 ദിവസം കറക്റ്റ് കുടിക്കാറ്. അത് കുടിക്കണം. ഞാൻ കുറച്ച് ചെറുത്, അതിന് കാണാൻ പേടിയാകുന്നില്ല. പാരസെറ്റമോൾ കാണാൻ പേടിയാണ്. വീടിൻ്റെ അമ്മച്ചിയുണ്ട്. ഞങ്ങൾക്ക് അമ്മച്ചിനോട് യൂട്യൂബിൽ വീഡിയോയിൽ സംസാരിപ്പിക്കാം. അമ്മച്ചിൻ്റെ പറയുന്നതൊക്കെ നല്ല മജയിലും ഉണ്ട്. ഞാൻ കുറേ കാലമായിട്ട് വിളിക്കുന്നുണ്ട്, ഇവർ വരുന്നേ ഇല്ല. വരുന്നേ ഇല്ല അങ്ങനെയല്ല പറയും. ഓക്കെ, ചോദിച്ചു നോക്കാം. പിന്നെ ഒരെന്ത് മിണ്ടുന്നു. നമ്മളെ കാസർഗോഡത്തെ ഭാഷ അറിഞ്ഞാൽ അങ്ങനത്തെ ഭാഷ. ഈ ഇൻ്റർലോക്ക് വേണ്ട, ഇത് ഇൻ്റർലോക്ക് ഞാൻ ക്ലീൻ ആക്കുന്നു. ഞങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മാത്രം. ഞങ്ങൾ കുറേ ആളുണ്ടായിട്ടാണ്. നമുക്കന്ന് വേറൊരു വീട് ക്ലീനിങ്ങിൻ്റെ പണിയുണ്ട്. അങ്ങനെ എല്ലാവരും ആടെ ഉണ്ട്. എൻ്റെ അടുക്ക് ഞാനിവിടെ വന്നു പൈസ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ശമ്പളം ഞാൻ ഈടാക്കി, ഓരോ ശമ്പളം ഓരോ ആടാക്കി. നല്ല സ്ഥലമല്ല, പച്ച പൈപ്പ്.
കണ്ടോ? ആ പിന്നെ ഉണ്ണി നമുക്ക് ഇല്ലേ ആ കാര്യം പറയാൻ മറന്നോ? എങ്ങനത്തെ പൊരുന്ന വെയിലായി നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഇപ്പോൾ ഇതെന്തിനാ അറിയാം? പൈസ ഉണ്ടാക്കണം. ഏടെങ്കിലും യുദ്ധത്തിൽ യുദ്ധത്തിൽ ഏടെങ്കിലും നമ്മളൊരു പൈസ ചോദിച്ചെങ്കിലാ ഗവൺമെൻറ് ചോദിക്കാൻ സാഹചര്യം ഇല്ല. അങ്ങനത്തെ ഗതികേട് എത്തിയിട്ടില്ല നമ്മളെ ഇന്ത്യക്ക്. എന്നാൽ അല്ലേ അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ നമുക്ക് വേണ്ട പൈസ. അപ്പോൾ അതിന് ഇങ്ങനത്തെ വെയിലത് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ നാടിനെ നമുക്ക് രക്ഷിക്കണം. അപമാനം വേണ്ട. പാകിസ്ഥാനി നാട്ടിൽ വേണ്ട. പാകിസ്ഥാനെ ഇല്ലാതാക്കിയോ? എങ്ങനെ പറഞ്ഞു? നാളെ കേസ് ആവുക ഇല്ല അല്ലേ? പാകിസ്ഥാന മെല്ലെ വെറുതെ തീർന്നു. സത്യമാവാ ഒരു തെമ്മാടിത്തരം തന്നെ കാണിക്കുന്നതാ. ഞങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് എത്ര സഹിച്ചിട്ട് നിന്നു. ഇങ്ങനെയെങ്കിലും ഒരു നന്നാനാ നോക്കിയതാ ഇത്. അല്ല വീട്ടിലെല്ലാം അങ്ങനെ ആക്കുന്നില്ലേ? കയ്യിൽ എത്ര നോക്കും അമ്മ മക്കളെ ഇനി നന്നാവോ ഇനി എന്തെങ്കിലും നന്നായിട്ട് എന്താക്കുന്നത്? ചവിട്ടി പുറത്താക്കുന്നല്ലേ ഉണ്ണിയ? അങ്ങനെ ആക്കുന്നില്ല പാകിസ്ഥാൻ അങ്ങനെ ആക്കണം. വേറെ വഴിയില്ല. നാട്ടിലെ പാപ്പങ്ങൾ ചെറുക്ക് ബേജാറുന്നുണ്ടാ എന്തും അറിയാത്ത സിവിലിയൻസിനെ അറ്റാക്ക് ആക്കാനാക്കാം ആദ്യം. പാകിസ്ഥാൻ ആക്കുന്നതേ അതന്നെ. 1-ാം നമ്പർ തണ്ടിത്തരം. അവർക്ക് പട്ടാളത്തിനോട് ഏറ്റുമുട്ടാനുള്ള തൻ്റെ ഇടയില്ല അവർക്ക് നാറിയൊക്കെ. അങ്ങനെ സിവിലിയൻസിന് പാപ്പത്തിൻ്റെ വേറെ നിരായുധരായ വേറെല്ലോ വീട് വെച്ചിട്ട് കൊല്ലുന്നു അല്ലേ? എന്ത് പറഞ്ഞു പിന്നെ പച്ചമലയാളത്തിൽ എന്ത് പറയുന്നു? എന്ത് പറയുന്നു പച്ചമലയാളത്തിൽ? അങ്ങനെ ആക്കുന്നതിന് പച്ചമലയാളത്തിൽ എന്ത് പറയുന്നു? തെമ്മാടിത്തരം പച്ച മലയാളമല്ലല്ലോ. അത് കുറച്ച് ചോപ്പായിപ്പോയി മലയാളം. അടിപൊളി ചെയ്താ ടാങ്കെല്ലാം കൈറ്റ് ആയിക്കോണ്ടുണ്ടോ? കൈറ്റായിട്ടില്ല, ബ്രഷ് ഇട്ട് കഴിക്കോണ്ടുണ്ട്. ചില സാഹചര്യത്തിൽ നമുക്ക് ടാങ്കിലൊക്കെ സ്ക്രബ് ഇടേണ്ടി വരുന്നതാവും. സ്ക്രബ് ഇടാൻ പാടില്ല ശരിക്കും. അപ്പോൾ നമ്മൾ നിർബന്ധിതരാണ് ചില സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ടാങ്ക് വൃത്തിയാകുന്നില്ല അല്ല ഉണ്ണിയാ? നമുക്ക് ആ ബ്രഷ് കാണിക്കി വയ്ക്കാം. അതല്ല മറ്റേ ബ്രഷ്. അതിൽ ഞാൻ ആ ബ്രഷിന് ആദ്യം ട്രൈ ആക്കും. പോകുന്നില്ലെങ്കിൽ സ്ക്രബ് ഇടും. എന്ത് വേണറാ? ഗണ്ണ ഉണ്ണേട്ടൊക്കെ ഗണ്ണ് കൊടുക്കാം. എനിക്ക് പാറക്കെട്ടതെല്ലാം ഇടില്ല. അത് നാളെ പിടിച്ചിട്ട് പോവാം. നാളെ സെറ്റാക്കാം. ഇനിയും കുറേ ടാങ്ക് ഉണ്ട് പാറക്കെട്ട ആ ഭാഗത്തല്ലോ. കൂടുതൽ പാറക്കെട്ട ആ ഭാഗത്തല്ലോ. അത്രയും ഞങ്ങൾ വിളിക്കുന്നില്ല, കഴിയുന്നില്ല ഗൈസ്. തീരെ കഴിയുന്നില്ല. എല്ലാം നാളേക്ക് സെറ്റാക്കാം. കഴിയുന്നില്ല വെയിലത്ത് കഴിയുന്നില്ല. ഈ സമയത്തുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തേക്കല്ലോ. അത്ര ചൂടുണ്ട് കണ്ട. ഞങ്ങൾ ടാങ്കിൻ്റെ ഉള്ളിൽ പണിയെടുക്കുന്നുണ്ട്. പാപ്പല്ല ഞങ്ങൾ പാപ്പല്ലറാ. എന്ത് ഉണ്ണേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ അയക്കുന്നോ? ഉണ്ണേട്ടക്ക് സാമ്പത്തിക സഹായിക്കോ? മൂട് കാണിക്കുന്നു. സാധന സാമഗ്രികളെ കുറിച്ച് പരിചയപ്പെടുത്തണം. ഇത് പ്രഷർ വാഷർ അതുണ്ട് കാണുന്നില്ലല്ലോ. ഇത് ഈ പ്രഷർ വാഷർ വെള്ളം അടിക്കാൻ. ഇത് വയർ എക്സ്റ്റൻഷൻ മറ്റേ ലൈൻ കൊണ്ടുവരാൻ. ഇത് നമ്മളെ ഈ പൈപ്പ് കെട്ടിയിട്ട് വെള്ളം കാലിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അടിയിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി കാട്ടക്കോറി ഇട്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. ഇത് വെള്ളം സ്റ്റോർ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാം ഉണ്ട് സംവിധാനം. ആരെങ്കിലും നല്ല വരുമാനം കിട്ടുന്നത് ഏർപ്പാട്. ആരെങ്കിലും തുടങ്ങിക്കണം. നല്ല ഏർപ്പാട് അല്ലടാ. നല്ല ആൾക്കാർക്ക് ഉപകാരമുള്ള സംഭവം തുടങ്ങിയാൽ നല്ലത്. പിന്നെ വെറുതെ ലക്ഷങ്ങളെ ചിലവിട്ടിട്ട് ഹോട്ടലിൽ കപ്തീരിയെല്ലാം ആക്കി മനുഷ്യന്മാരെ ബസം കൊടുത്തിട്ട് കൊള്ളുന്നിട്ട് എത്രയോ നല്ലത്. ഇങ്ങനെ ആൾക്കാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും പണി തുടങ്ങിയെങ്കിൽ ജീവിക്കാനുള്ള വരുമാനവും ആൾക്കാർക്ക് ഉപകാരമാവും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലം തുടങ്ങിയിട്ട് ശരിക്കും നാല് കൊല്ലം ആയല്ലേ? ആക്റ്റീവായിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 കൊല്ലം എത്ര. ആമാ കഴിഞ്ഞില്ല ഗൈസ്, കഴിഞ്ഞില്ല. അവർ കഴിച്ചെന്ന് കുറച്ച് കഴിച്ചെന്ന്. അത് അതിൻ്റെ അടിയിൽ കുറച്ച് സ്ക്രബാക്കാണ്ട്. വെയിലിൻ്റെ പ്രശ്നമല്ല, പനിയായതുകൊണ്ട്. വെയിലല്ല നമുക്കൊരു പ്രശ്നമല്ല. തീയിൽ കുരുത്തതിന് വെയിലെത്തുന്നത് പാടുന്നേ അല്ലേ? തീയിൽ കുരുത്തതിന് വെയിലെത്ത് പാടല്ല. ഞമ്മ വെയിലെന്ത് ഞങ്ങൾക്ക് സംഘമല്ല, പനി വരുന്നു അതുകൊണ്ട് മാത്രം.
ഈ നട്ടുച്ചക്ക് വെയിലത്ത് വെള്ളത്തിൽ കളിക്കാൻ എന്തോ ഒരു മജാണ്. എടുക്കുക മഞ്ചാണോ എനിക്ക് കളിക്കട്ടെ വെള്ളം ടാങ്കിൽ കൈൻഡ് ചെയ്ത അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചളി മണ്ണ് ഇത്ര നല്ല കുറേ ഉണ്ടായി. അതിൻ്റെ ഉള്ളിൽ കാണിക്കട്ടെ. ലാസ്റ്റ് കണ്ട ഇങ്ങനെ 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 ആയി കണ്ട ലാസ്റ്റ് ഇതിന് കുറേ കഴുകാനുണ്ട്. അവിടെ ഞാൻ മോട്ടർ ഇടാറുണ്ടോ അമ്മ? മോട്ടർ ഇടുവാ? ആ മോട്ടർ ഇട്ടു. മോട്ടർ എന്തിനാ അത് തറക്കുന്നില്ല? അത് മതിര മുടിയെല്ലാം ഇങ്ങനെ അളയിച്ച് പോവുക. മൂക്കിനുള്ളൊക്കെ കയറുക. എൻ്റെ ബോഡി കണ്ടെങ്കിൽ വേറെ സെറ്റാവറ. നമ്പർ കൊടുക്കണം തായ ഡിസ്ക്രിപ്ഷനിൽ ബോഡി കെട്ടി. ഗൈസ് ബാഹുബലി കണക്ക് ഗൈസ്. ഓക്കെ ഉണക്ക് ബാഹുബലി. ഉണക്ക് ബാഹുബലി എന്നല്ല ഗൈസ്. 15 കിലോ കുറഞ്ഞിനി ഇപ്പോൾ അവൻ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. അവനെ നമ്മൾ സെറ്റാക്കാം. അവനെ രണ്ടാമത് സെറ്റാക്കാം. നോക്കാം എത്ര മതിര മതിര മുടി കൂടാ കയ്യലാക്ക് കഴിച്ചാ മാസ്റ്റർ നോക്ക് കഴിച്ചു. മാസ്റ്ററിങ് മതി. അപ്പം ഇന്നത്തെ പരിപാടി അല്ല, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. എല്ലാ ടാങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ എന്നെ പുറം പോകണ്ടേ? പുറം കായ്പ് എടുക്കണ്ടേ? ബൈ. ടാങ്ക് കളിച്ചാ ടാങ്കിൻ്റെ മൂട് താഴെ തോന്നി. ആ കോലും ഉണ്ടാക്കാം. കിട്ടി. ഇത് സൈസിനൊക്കാത്തൊരു മൂട്. അത് ബെയിലിന് ബെൻഡായത്. നേരെ ഇച്ചിരി 2,000 രൂപ. ഇന്നത്തെ ഒരു ടാങ്കിൻ്റെ ക്ലീൻ ആക്കുന്ന പണി കഴിഞ്ഞു. കണ്ണ് കാണുന്നില്ല വെയിലത്ത്. വൈറ്റ് കളറല്ലേ. ഓക്കെ ബൈ.